നമസ്കാരം, മീഡിയ മൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ പരിസ്ഥിതി അവാർഡുകളുടെ വിതരണവും 27ാമത് വാർഷിക സമ്മേളന ഉദ്ഘാടനവും കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. നിക്ഷേപം ശക്തിപ്പെടുത്താതെ കേരളം രക്ഷപ്പെടില്ലെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എന്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുന്നു, ഒരു മേയറുടെ ജോലി ഉദ്ഘാടനങ്ങൾക്ക് കറങ്ങിയടക്കലല്ല, ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കലല്ല. ഒരു മേയറുടെ ജോലി കഴിയുന്നത്ര സമയം മിച്ചം പിടിച്ച് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കലാണ് ഒരു മേയറുടെ ജോലി എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പരിപാടിയിൽ വരാൻ ഞാൻ ആദ്യം വൈമുഖ്യം കാണിച്ചത്. ഇപ്പോൾ ഇവര് ഏതാണ്ട് 200-ലേറെ കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള ഇവരുടെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് നടക്കുകയാണ്. മാർച്ചിൽ ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. ഇൻഡോറിന് ശേഷം ഉള്ള ഏറ്റവും വലിയ നല്ല ഒരു പ്ലാന്റ് ആയിരിക്കും. റെക്കോർഡ് വേഗതയിൽ ബ്രഹ്മപുരത്ത് തീർക്കാൻ പോകുന്നത്. ബ്രഹ്മപുരത്ത് ഇപ്പൊ തന്നെ ബയോമൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭൂമിയുടെ അടിയിലുള്ളതും തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാശിന് കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട്, പക്ഷെ ഞാൻ അതിനും അധ്വാനിക്കുന്നുണ്ട്. ഒരു മെയ് മാസത്തിൽ ഈ ടൈം പീരീഡിനകത്ത് തന്നെ ഭൂമിയുടെ അടിയിലും മുകളിലുമുള്ള കംപ്ലീറ്റ്, പിന്നെ ഒരിക്കലും കത്തുപിടിക്കില്ല, ആ സ്റ്റേജിലേക്ക് ബ്രഹ്മപുരം മാറാൻ പോവുകയാണ്. ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയോടുള്ള എൻ്റെ ഒരു പരാതി, നിങ്ങളെല്ലാ ടാക്സ് ഇളവുകളെ പറ്റിയും സംസാരിക്കും, നിങ്ങളെല്ലാ ബിസിനസ് എൻവയൺമെന്റ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റി സംസാരിക്കും. ഞാനതൊക്കെ തുറന്നു പറയുകയാണ്, കാരണം എനിക്ക് വേറെ കഥയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. പക്ഷെ പൊതുസമൂഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ 4 കൊല്ലത്തെ അനുഭവം പലപ്പോഴും നിങ്ങൾ വിമുഖരാണ് എന്ന് തന്നെയാണ്. അതിൽ സമ്പന്നരായ ആരെങ്കിലും കണ്ടാൽ മുട്ടുകൂട്ടിയിടിക്കുന്ന പരിപാടി നമുക്കില്ല. നിങ്ങൾ ഒരു സമൂഹത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് പറയാം. ഞാൻ അതുകൊണ്ട് കൂടിയാണ് KPMAയുടെ മീറ്റിങ്ങിൽ വരുന്നത്. പക്ഷെ നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സംഭാവന വളരെ അതിൽ ഇനിയും വർദ്ധിപ്പിക്കാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ശക്തിപ്പെടാതെ നമ്മുടെ കേരളം രക്ഷപ്പെടില്ല. നിങ്ങൾ സത്യത്തിൽ ഒരു മാനുഫാക്ചർ ഒരു കാര്യത്തിന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് വന്നാൽ നിങ്ങൾ എണീറ്റ് നിന്ന് നിങ്ങളുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു വിടേണ്ടതാണ് ഒരു മേയറുടെ ജോലി. എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അതാണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റം മാറണം. എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും അക്കാര്യത്തിലില്ല. കാരണം നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇത് ആവശ്യമാണ്. അപ്പൊ ഇപ്പൊ അധ്യക്ഷൻ മനസ്സിലായിക്കാണ്, ഞാൻ പ്ലാസ്റ്റിക്കിനൊന്നും എതിരല്ല. പ്ലാസ്റ്റിക്കിന്റെ ഏത് ഭാഗത്തിനും എതിരെന്ന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണം, ഈ BPCLനോട് ചേർന്ന ഈ പ്രോജക്റ്റ് വരാൻ കാര്യം FACTയുടെ സ്ഥലം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത്, അത് പറഞ്ഞില്ല അധ്യക്ഷൻ, സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്ത് ആ സ്ഥലത്ത് സംസ്ഥാന ഗവൺമെന്റും BPCLും ചേർന്ന് BPCLന്റെ എക്സ്പാൻഷന്റെ ഭാഗമായി അവരുടെ സിസ്റ്റത്തിന് സംഭവിച്ച ഓവർഹോളിൽ നമുക്കുണ്ടായ BPCLനുണ്ടായ എക്സ്പാൻഷന്റെ ഭാഗമായി കേരളത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സ് അവരുടെ ഈ പറയുന്ന ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബൈ പ്രോഡക്ട്സിന്റെ ഒരു ഇൻക്രീസിന്റെ ഭാഗമായി ഏറ്റവും നന്നായി വളർന്നു വരാൻ സാധ്യതയുള്ളൊരു വ്യവസായം പ്ലാസ്റ്റിക് വ്യവസായമാണെന്ന് കണ്ടിട്ടാണ് ഈ പ്രോജക്റ്റ് തയ്യാറായിട്ടുള്ള. അധ്യക്ഷന് സംശയം മാറിയില്ലേ? അത് VS ഗവൺമെന്റിന്റെ കാലത്താണ് ഈ നടപടി എടുത്തത്. അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് അതിലൊരു പങ്കുണ്ട്, ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഐസക്കിനൊരു പങ്കുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോ മേയർ പ്ലാസ്റ്റിക് മാനുഫാക്ചറേഴ്സിന് എതിരാണ് എന്ന തോന്നല് മാറിക്കാണും.
ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരേ ഒരു പോയിന്റ് ഇതല്ല, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിലാണ്. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, മലയാളിക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു സ്വഭാവം തിരിച്ചു പിടിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അന്ധമായി അമേരിക്കയിൽ നടക്കുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഞങ്ങളതല്ലേ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ക്രാപ്പ് ചെയ്തിട്ടാണ് CBG പ്ലാനിലേക്ക് ഞങ്ങൾ വന്നത്. അദ്ദേഹത്തിന് അറിയാൻ എൻ്റെ പ്രയാസം നേരെ അനുഭവിച്ചത്. ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പദ്ധതി സ്ക്രാപ്പ് ചെയ്ത ആദ്യത്തെ പദ്ധതി ആയിരിക്കും വേസ്റ്റ് ടു എനർജി പ്ലാന്റ്. എന്നിട്ടാണ് CBGയിലേക്ക് ഗവൺമെന്റ് റിവേർട്ട് ചെയ്തത്. BPCL അറിയാൻ കാര്യം, അതിൽ മേയറുടെ പങ്ക് വളരെ വലുതുണ്ട്. മുഖ്യമന്ത്രിയോട് സംസാരിച്ച് ഇക്കാര്യം ബോധ്യപ്പെടുത്തിയത്. അതിന് കാരണം എനിക്കൊരു അഭിപ്രായമുണ്ട്, വേസ്റ്റ് ടു എനർജി പ്ലാന്റ് വേണം. കുറച്ചും കൂടി ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് ഇന്ത്യയിലെ വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് സ്റ്റെബിലൈസ് ചെയ്താൽ കേരളത്തിൽ ഒരു 3 വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് വേണം. കാരണം നമുക്ക് ബാലൻസ് വരുന്ന ഈ പറയുന്ന പ്ലാസ്റ്റിക്, ഇനേർട്ട് പ്ലാസ്റ്റിക്, ഒന്നും റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കത്തിക്കലേ മാർഗമുള്ളൂ. അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷെ നമ്മുടെ ടെക്നോളജി അത്രയും അഡ്വാൻസ്ഡ് ആയി കേരളത്തിൽ വന്നിട്ടില്ലെന്നുകൊണ്ടാണ് ഞാൻ അതിനൊരു ടൈം വേണമെന്ന് പറയുന്നത്. അതിനുള്ള സ്ഥലവും ബ്രഹ്മപുരത്തുണ്ട്. 110 ഏക്കർ ഭൂമിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, ബ്രഹ്മപുരത്തുള്ളത് 110 ഏക്കർ ഭൂമി. അതിൽ 10 ഏക്കറാണ് ഇപ്പോൾ ഇവർക്ക് കൊടുത്തേക്കുന്ന ആകെ. ബാക്കി ഭൂമി ഇനിയും കിടക്കുകയാണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ KSWMPയുടെ ഭാഗമായി അവിടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അത് അതിൻ്റെ ഇന്റേണൽ റോഡ്സ് ഒക്കെ ശരിയാക്കി, ലൈറ്റിംഗ് ശരിയാക്കി, ഒരു CBG പ്ലാന്റ് BPCയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഞങ്ങളൊരു വിൻഡ്രോ പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. കാരണം ചിലത് CBG പോകാൻ പറ്റാത്ത ചില സാധനങ്ങൾ നമുക്ക് ഈ എന്താണ് വളരെ പഴയ ടെക്നോളജി ആണെങ്കിൽ പോലും ഈ വിൻഡ്രോ പ്ലാന്റ് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം വെറുതെ വെയിൽ കൊണ്ടാൽ മതി, ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഇനോക്കുലം സ്പ്രേ ചെയ്ത് വളമായിക്കൊള്ളും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ് RRF പ്ലാന്റ്. RRF അല്ല, RDF പ്ലാന്റ്. അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു RDF പ്ലാന്റ് ആണ് ഞങ്ങൾ ബ്രഹ്മപുരത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വേൾഡ് ബാങ്ക് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. ഇതൊക്കെ നിങ്ങൾക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ വേസ്റ്റിനെ കുറച്ച് സെൻട്രലൈസ് ചെയ്ത് കുറെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് വേണം എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അതിനോടൊപ്പം ഞാൻ ഉന്നയിക്കുന്ന ഒരു പോയിന്റ്, മലയാളിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ജീവിതശൈലിയുണ്ട്. എല്ലാ ദിവസവും പോയി ഒരു കിറ്റും കൊണ്ട് പച്ചക്കറി കടയിൽ പോകേണ്ട കാര്യമില്ല, മീൻ വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല. നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സാധനങ്ങളായിട്ട് പുറത്തേക്ക് പോകണം. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ കുറെ വളമാക്കാം. അത് വെച്ച് നമുക്ക് കുറച്ച് കൃഷി ചെയ്യാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. അല്ല, ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളോട് പറയാൻ പാടില്ല. ചെയ്തിട്ടേ നമ്മളൊരു കാര്യം പുറത്തേക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എപ്പോഴും പ്ലാസ്റ്റിക്കിനെതിരായിട്ട് സംസാരിക്കുന്നത് ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടുള്ള ഒരു സംഭാഷണം മാത്രമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ മൈറ്റ്.